ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും, നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മളൊരു കേക്ക് ഡെക്കറേഷൻ ആയിട്ടാണ് വന്നിട്ടുള്ളത്. സിമ്പിളായിട്ടുള്ള ഒരു ഡെക്കറേഷനാണ്. ഈ ഒരു കേക്ക് 1 kg മാംഗോ ഫ്ലേവറിലാണ് വന്നിട്ടുള്ളത്. പിന്നെ ഈ ഒരു കേക്കിൽ അവർ കസ്റ്റമർ ആകെ പറഞ്ഞിട്ടുള്ള ഒരു ഡിമാൻഡ് എന്നുള്ളത് ക്രീം അധികം വേണ്ട എന്നുള്ളതായിരുന്നു. നമ്മൾ നോർമലി കേക്ക് ചെയ്യുമ്പം ക്രീം അധികം ഒന്നും കൊടുക്കാറില്ല കേട്ടോ. അപ്പോൾ ഞാൻ കേക്ക് ഫൈനൽ കോട്ട് ചെയ്തിട്ട് ജസ്റ്റ് ഒരു ബോർഡർ കൊടുക്കുന്നുണ്ട് താഴെ. ഇനി ഇതിലെ ഡെക്കറേഷൻസ് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഫോണ്ടൻറ്റ് കട്ടേഴ്സ് അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ ഓരോ കസ്റ്റമറിന് വേണ്ടിയിട്ട് കുറേ ഫോണ്ടൻറ്റ് ഡെക്കറേഷൻസിന് വേണ്ടിയിട്ടൊക്കെ ഇതുപോലെ ഇങ്ങനെ കട്ടേഴ്സൊക്കെ വാങ്ങി കൂട്ടിയിട്ടുണ്ടാവില്ലേ. ഇങ്ങനെ ഈ ഒരു പ്ലാസ്റ്റിക്കിൻ്റെതും അതുപോലത്തെ സ്റ്റീലിൻ്റെ ഒക്കെ ഇനി ഒരു ബോക്സ് സ്റ്റീലിൻ്റെ വേറെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതുപോലെ വാങ്ങി വെച്ചിട്ട് ചിലപ്പോൾ ഒരു 1-2 പ്രാവശ്യം യൂസ് ചെയ്തിട്ട് പിന്നെ ഇപ്പോൾ അധികം മറ്റേ സ്റ്റിക്കേഴ്സ് ആണല്ലോ വരുന്നത്. അപ്പോൾ ഫോണ്ടൻറ്റിൻ്റെ ആവശ്യം വരാറില്ല കേട്ടോ അധികമൊന്നും. അപ്പോൾ നമ്മൾ ആ ഒരു കട്ടേഴ്സ് യൂസ് ചെയ്തിട്ട് ഇതുപോലെ കേക്കിൽ ഒരു ഇംപ്രഷൻ കൊടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റ് വരയ്ക്കാൻ അറിയുന്നവരാണെങ്കിൽ വരയ്ക്കാം. നമ്മൾക്കപ്പോൾ തെറ്റിപ്പോകുന്ന പേടിയുള്ളവർക്കൊക്കെ ഇപ്പോൾ നമ്മളെ കയ്യിലുള്ള ഫോണ്ടിൻ്റെ കട്ടേഴ്സ്, ഫ്ലവേഴ്സിൻ്റെ കട്ടേഴ്സ് ആട്ടോ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ ഇംപ്രഷൻ കൊടുത്തിട്ട് നമ്മൾ അതിമേലെ ആണ് ഇനി ക്രീം ചെയ്യാൻ പോകുന്നത്. സംഭവം ഇങ്ങനെ ഇത് പ്രസ് ചെയ്യുമ്പോൾ തന്നെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വീഡിയോയിൽ അങ്ങനെ ക്ലിയർ ആയിട്ടൊന്നും കാണില്ല. അപ്പോൾ ഇങ്ങനെ തന്നെ വേണമെങ്കിൽ നമുക്ക് ഡെക്കറേഷനായിട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് വിട്ട് കൊടുത്താൽ മതി. അപ്പോൾ അതിൻ്റെ ആ ഒരു ഇംപ്രഷൻ കാണാൻ പറ്റും. ഇപ്പോൾ വീഡിയോയിൽ അങ്ങനെ കാണാത്തതാണ്, ഞാൻ ഒന്ന് സൂം ആക്കിയിട്ട് ഇപ്പോൾ കുറേശ്ശെ കാണില്ലേ. അപ്പോൾ ഇതാട്ടോ. ഇനിയിപ്പോൾ ഞാൻ അതിമലൂടെ ഒന്ന് ഔട്ട്ലൈൻ കൊടുക്കണ പോലെ ഇതുപോലെ കൊടുക്കുന്നുണ്ട്. കേക്കിൻ്റെ ഫൈനൽ കോട്ടിൽ നമ്മൾ ജസ്റ്റ് യെല്ലോ ഡ്രോപ്സ് കൊടുത്തിട്ടാണ് കേട്ടോ ഫൈനൽ കോട്ട് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ആ കേക്കിൽ വരയ്ക്കുന്ന ഫ്ലവർ വേണമെങ്കിൽ വൈറ്റ് കളറിൽ എടുത്ത് കാണിക്കുന്ന രീതിയിൽ ചെയ്ത് കൊടുക്കാം കേട്ടോ. പ്രത്യേകിച്ച് ഡെക്കറേഷൻസ് ഒന്നും പറയാത്ത നമ്മുടെ സ്ഥിരം കസ്റ്റമറാണ് കേട്ടോ ഇത്. അപ്പോൾ എൻ്റെ ഇഷ്ടത്തിന് ചെയ്ത് കൊടുത്തിട്ടുള്ളതാണ്. അവരുടെ അങ്ങനെ കിട്ടുന്ന കേക്കിനാണല്ലോ നമുക്ക് ഇതുപോലെ ഡെക്കറേഷൻസ് ഒക്കെ ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റുക. അപ്പോൾ കേക്കിൻ്റെ ഫോട്ടോസ് കണ്ടപ്പം സ്റ്റാറ്റസ് വെച്ചപ്പോൾ ഒരാളെങ്കിലും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ടൊന്ന് വീഡിയോ ചെയ്തിട്ട് ഇടണേ എന്നുള്ളത്. അപ്പോൾ അതാണ് കേട്ടോ ഇങ്ങനെ ഡീറ്റെയിൽസ് ആയിട്ട് തന്നെയുള്ള വീഡിയോ തന്നെ ഇട്ടിട്ടുള്ളത്. കേക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു റെഡ് ഹാർട്ട് തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ഇട്ടേക്കണേ. ആരൊക്കെ നമ്മളെ വീഡിയോ കാണുന്നുണ്ട് എന്നറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ നമ്മളെ ഇൻസ്റ്റാഗ്രാം പേജ് ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റ, ബൈ ബൈ.